നമ്മളിന്ന് കരിക്ക് ചിപ്സ് ഉണ്ടാക്കുന്നു. നമ്മൾ നല്ല കരിക്കുണ്ട് തെങ്ങിൻ്റെ, വലിയ തെങ്ങാണ്. നമ്മൾ ഡീഹൈഡ്രേറ്ററിൽ വെച്ചിട്ട് ഉണങ്ങി ഈ 2 തേങ്ങ നമ്മൾ എടുത്തേക്കുന്നത്. ഈ തേങ്ങ ഇതിന്റെ കരിക്കെടുത്ത് ഉണക്കി നമ്മൾ കരിക്ക് ചിപ്സ് ആക്കും. ഈ പരുവത്തിലുള്ള തേങ്ങയാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. കരിക്കല്ല എന്ന് വെച്ചാൽ തേങ്ങ ആയിട്ടുമില്ല. ആദ്യമായിട്ടാണ് നമ്മൾ കരിക്ക് ചിപ്സ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പാകം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, എങ്കിലും നമുക്ക് നോക്കാം ഇതുകൊണ്ടുണ്ടാക്കി. കേരളത്തിലേക്ക് വരുന്ന കരിക്കിൻ്റെ 90% അന്യ സംസ്ഥാനങ്ങളിലാണ്. നമ്മളിവിടെ ഇല്ല, എല്ലാം വലിയ തെങ്ങുകളാണ്. മാത്രമല്ല ഇവരൊക്കെ ഈ കരിക്കിന് വേണ്ടി തന്നെ കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത് നമ്മളൊരു തോട്ടത്തിൽ പോയിട്ട് നമ്മൾ തന്നെ അവരെ കൂടെ പറപ്പിച്ച് ഈ പാകാൻ തോന്നുന്നു എടുത്തു വരാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇത് വളരെ നല്ല ബിസിനസ്സാണ്. അപ്പൊ ഇത് എങ്ങനെയാക്കുന്നു എന്ന് നമുക്ക് ഇപ്പൊ കാണാം. അപ്പൊ നമ്മൾ അരിഞ്ഞെടുക്കുക, അരിഞ്ഞുണങ്ങാൻ പോവാണ്. കറമുറ ആക്കുന്നു, ഉണങ്ങാൻ വെക്കുവാണ്, വാരി വെക്കുവാണ്. അപ്പൊ എല്ലാവരും നല്ല ഭക്ഷണം ഉണ്ടാക്കി നമ്മുടെ വീടുകളിൽ കഴിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടി ഇതാണ്. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ചെറിയ രീതിയിൽ എല്ലാം നമ്മൾ ചെറിയ രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഇവ 2 തേങ്ങയുടെയാണ് അല്ലെ. 2 തേങ്ങ പറിച്ചു ഉണങ്ങി അത് എത്ര ചിപ്സ് കിട്ടും, അതെങ്ങനെ പാക്ക് ആക്കി ജനങ്ങളിലേക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്യുകയാണ്. ഓണായിട്ടുണ്ട് 10 മണിക്കൂർ. കരിക്ക് ചിപ്സിന്റെ 2ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസത്തെ റെഡിയായില്ല, കുറച്ച് മൂപ്പ് കൂടി പോയി അല്ലേ. നമ്മളത് കാണിക്കാം. ഇത് അടുത്ത തെങ്ങ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത 2 പഠിച്ചു. നമുക്ക് നോക്കാം, പൊട്ടിക്കാം. ഇത് കറക്റ്റ് പാകാൻ തോന്നുന്നു കണ്ടിട്ടല്ലേ. ഇത് കറക്റ്റാന്ന് തോന്നുന്നു. ഇന്നലെ നമ്മൾ എടുത്ത് ഇച്ചിരി മൂത്ത് പോയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നോക്കാം. നമ്മുടെ ഇന്നലത്തെ അത് അത്രയും ശരിയായില്ല, കുറച്ച് മൂത്ത് പോയി എന്നാ ഒന്ന്. കുറച്ചുകൂടെ ഇളം കരിക്ക്, ഇന്നലെ എടുത്താലേക്കാൾ കുറച്ചുകൂടെ ഇളതായ കരിക്ക് പരീക്ഷണം ഇന്നും തുടരുന്നതാണ്. നമ്മൾ ശരിയാകുന്നവരെ അല്ലെ. അതായത് നമ്മുടെ കർഷകർക്ക് ഒരു സഹായം കിട്ടുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു ചാനൽ, അതായത് കർഷകരെ സപ്പോർട്ട് ചെയ്യുക. നമ്മളും കർഷകരാണ് അല്ലെ, നമ്മൾ ഇതുപോലത്തെ കർഷകരാണ്. അപ്പൊ ഓരോ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നു, അത് നിങ്ങളെയും കാണിക്കുന്നു. ഇത് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ എന്താ ചെയ്യാനുള്ള ആഗ്രഹമുള്ളവര് എന്തെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആഗ്രഹം സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. നമുക്ക് കഴിയാവുന്ന രീതിയിലല്ല ഏത് വീഡിയോനെ കുറിച്ചായാലും നിങ്ങൾ പറഞ്ഞിരുന്നതാണ്. അപ്പൊ നമ്മൾ എല്ലാ കർഷകരും എന്തെങ്കിലും ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ പരീക്ഷണം ഇന്നും തുടരും. കരിക്കിന്റെ പുറംഭാഗം നന്നായി വൃത്തിയാക്കി എടുക്കണം. വിജയിപ്പിച്ചെടുത്താൽ നല്ലൊരു ബിസിനസ്സാണ്. അപ്പൊ നമ്മൾ ഇതിനെ കഴുകിയെടുക്കുവാണ്, മുറിക്കുവാണ്. കട്ടി കൂടുതൽ കുറഞ്ഞതൊക്കെ ഉണ്ട്. ഇത് കുറച്ച് കട്ടി കൂടിയതാണ്, ഇത് കട്ടി കുറഞ്ഞതാണ്. ഇപ്പൊ ഏതാകുന്നത് നമുക്ക് നോക്കാം. കേരളത്തിൽ തന്നെ ഇതുപോലെ ചിപ്സ് ആക്കി കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഡീഹൈഡ്രേറ്റ് ഉപയോഗിച്ചിട്ട് ചിപ്സ് ആക്കി കൊടുക്കുന്ന കമ്പനികളുണ്ട്. എല്ലാ വീട്ടിലും ഒരു ബിസിനസ്. നമ്മളിതൊരു പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തിറക്കിയേ നിർത്തുള്ളൂ അല്ലെ. ഇത് നമുക്ക് 10 മണിക്കൂർ ഡീഹൈഡ്രേറ്റ് ചെയ്യണം, അതിനുശേഷം കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഇന്നലെ അത്ര ശരിയായിട്ടില്ല. എണ്ണമയൊക്കെ ഉണ്ടല്ലേ. ഇത് കരിക്ക് ഇച്ചിരി മൂത്തതായിരുന്നു. നല്ല അടിപൊളി സാധനം ഇതാണ്. ഇത് നല്ല ഇതായിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട്. 2 തട്ട് വെച്ചതാണ്. അപ്പൊ കഴിച്ച് നോക്കി 1 തട്ടേ ബാക്കിയുള്ളൂ. സംഭവം റെഡി ആയിട്ടുണ്ട്. അത് ഉപ്പിലേക്ക് നിറക്കുവാണ്, തണുത്ത് പോകണ്ട. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതാ നല്ല ചില്ലുപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഏകദേശം ഇതിന്റെ ഒരു 80% നേരെയായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ നാടൻ തെങ്ങിൽ നിന്ന് നാടൻ തേങ്ങയാണ് ഉപയോഗിച്ചത്. അതിന് എണ്ണമയം കൂടുതലാണ് അല്ലെ. പൊതുവേ നമ്മുടെ തേങ്ങ ഇവിടെ നമ്മുടെ തേങ്ങയ്ക്ക് നനയ്ക്കുന്ന തെങ്ങല്ല, പക്ഷെ അതുകൊണ്ട് തന്നെ നാടൻ തേങ്ങയാണ്, എണ്ണമയം കൂടുതലാണ്. നമ്മളിതൊരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവര്, ഇതൊരു പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തിറക്കാൻ താല്പര്യമുള്ളൂ. തേങ്ങയുടെ ലഭ്യത, ഇതുപോലുള്ള കരിക്കിന്റെ ലഭ്യത അതേ പാകത്തിൽ വേണം. ഇതുപോലെ കൂടുതൽ മൂത്ത് പോകാൻ പാടില്ല. തീരെ ഇളതായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊന്നും കിട്ടാനും ഉണ്ടാവില്ല, വെള്ളമാകും. അപ്പൊ അതിന്റെ പാകത്തിന് പറിച്ച് നമ്മൾ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇതിനുള്ള പാകമായിരുന്നു. 4ാമത്തെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഭക്ഷണത്തിലൂടെ ആരോഗ്യം, ആരോഗ്യത്തിലൂടെ
പ്രശ്നം. അപ്പൊ ഇനി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും ഉണ്ടാവും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.